തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി ബിജെപി ജില്ലാ നേതൃത്വം രംഗത്ത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കുമ്മനത്തിന്റെ പേര് ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റുമാരടക്കം ഓരോ ജില്ലയിലെയും നേതാക്കളുമായി സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ കുമ്മനം മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് ബിജെപി അംഗങ്ങളുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ദേശീയ ജനറൽ സെക്രട്ടറി വി രാംലാൽ ഇന്ന് തലസ്ഥാനത്തെത്തും. ബിജെപി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. പാർട്ടിക്ക് ശക്തമായി സാന്നിധ്യമുണ്ടെങ്കിലും വർഷങ്ങളായി നിസ്സാര വോട്ടുകൾക്കാണ് മണ്ഡലം ബിജെപിയെ കൈവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് വിധേനയും തിരുവനന്തപുരം പിടിച്ചെടുക്കണമെന്നാണ് പാർട്ടിയുടെ ലക്ഷ്യം. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് നടൻ മോഹൻലാൽ വ്യക്തമാക്കിയതോടെ തിരുവനന്തപുരം സീറ്റിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബിജെപിയിൽ ചർച്ചകൾ സജീവമാവുകയാണ്. മോഹൻലാൽ തയ്യാറാകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ തിരുവനന്തപുരം സീറ്റിൽ മത്സരിപ്പിക്കാനായിരുന്നു ബിജെപി ആലോചിച്ചിരുന്നത്. എന്നാൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് മോഹൻലാൽ തന്നെ രംഗത്തെത്തുകയായിരുന്നു. രാഷ്ട്രീയം എന്റെ മേഖലയല്ല, ഞാൻ എല്ലായ്പ്പോഴും അഭിനേതാവായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക ഒട്ടും എളുപ്പമല്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ താല്പര്യവുമില്ലെന്നായിരുന്നു മോഹൻലാൽ വ്യക്തമാക്കിയത്. സ്ഥാനാർത്ഥിത്വത്തെ പറ്റി സുരേഷ് ഗോപി ഇതുവരെ വ്യക്തമായ തീരുമാനം അറിയിച്ചിട്ടില്ല. മറ്റു പലർക്കൊപ്പം തന്റെ പേരും പ്രചരിക്കുന്നു എന്നല്ലാതെ തനിക്കൊന്നും അറിയില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ആര് എവിടെ മത്സരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി പ്രഖ്യാപിക്കുമ്പോഴേ എന്തു തീരുമാനവും ഞാൻ അറിയൂ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. എന്നാൽ മോഹൻലാൽ, സുരേഷ് ഗോപി, കെ സുരേന്ദ്രനടക്കം പല പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും ജില്ലാ ഘടകം ആവശ്യപ്പെടുന്നത് കുമ്മനത്തിന്റെ മടക്കമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റുമാരടക്കം ഓരോ ജില്ലയിലെ നേതാക്കളുമായി സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിലാണ് കുമ്മനത്തിന്റെ പേര് മുന്നോട്ട് വന്നത്. സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നതിനിടെയായിരുന്നു കുമ്മനത്തെ അപ്രതീക്ഷിതമായി ഗവർണറാക്കിയത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയിൽ സ്വീകരിച്ച നിലപാടും പ്രതിഷേധ സമരങ്ങളും കേരളത്തിൽ പാർട്ടിക്ക് വലിയ തോതിൽ ഗുണം ചെയ്തെന്നാണ് ബിജെപി വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ പാർട്ടിക്ക് അതീതമായി കുമ്മനത്തിനുള്ള ബന്ധവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ രണ്ടാമതെത്തിയതുമെല്ലാം ജില്ലാ നേതൃത്വം നിരത്തുന്ന അനുകൂല ഘടകങ്ങൾ. അതേസമയം കേരളത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ നിലപാട് സ്വീകരിക്കുന്നത് RSS ആണ്. ശബരിമല കർമ്മസമിതി മോഡൽ ഒരു സഖ്യമുണ്ടാക്കി ഒരു പൊതുസമ്മതനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് RSSന് താല്പര്യം. BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ വോട്ട് ഒരു പൊതുസമ്മതന് ലഭിക്കുമെന്നാണ് RSS വിലയിരുത്തുന്നത്. സുരേഷ് ഗോപിയുടെ പേരും RSS പരിഗണനയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.